ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് മച്ചാമാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ എന്തായാലും മച്ചാമാരെ ഞാൻ സേവ് ചെയ്ത് പോയി വെച്ചിട്ട് ഇന്ന് നമ്മുടെ ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആണ്. കുറെ കാലത്തിന് ശേഷം നമ്മളിപ്പോൾ പാക്ക് ഓപ്പണിംഗ് നടത്തുന്ന 2302 കോയിൻ ഉണ്ട് മച്ചാമാരെ. ഏകദേശം ഒരു 1.5 മാസത്തോളം സേവ് ചെയ്ത കോയിനാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബർ ബ്രോയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ടോണി എന്ന് പറഞ്ഞ മച്ചാനൊക്കെ ബ്ലാക്ക് ആനിമേഷൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പയ്യൻസിന് കൺഗ്രാജുലേഷൻ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു അക്കൗണ്ട് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നമുക്ക് കറക്കി നോക്കാം. ഉറപ്പായിട്ടൊരു ഒരു എപ്പിക്കെങ്കിലും അടിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം 2000 കോയിൻ ഇല്ലേ. അപ്പോൾ മച്ചാമാരെ ഓൾറെഡി നമ്മളിന്നൊരു കോയിൻ ഗീവ് ഉണ്ടായിരുന്നു. ചെറിയൊരു ഗീവേ ഉള്ളൂ. നമുക്ക് 2 സബ്സ്ക്രൈബേഴ്സിന് 50 രൂപേൻ്റെ റെഡിങ് കോഡാണ് നമ്മൾ ഗൂഗിൾ പേ വഴി എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ 2 എന്താ പറയുക, നമ്മളൊരു ഓട്ടോ പിക്കർ എന്ന് പറഞ്ഞൊരു ആപ്പ് വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സിന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ ഒരു സ്ക്രീൻ റെക്കോർഡിൽ 2 പേരെ കണ്ടിട്ടുണ്ട്. അപ്പം ദേവർഷി ബ്രോയും 2 പേരാണ് വിന്നേഴ്സ്. ദേവർഷും അതുപോലെ ന്യൂ എഡിറ്റ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു മച്ചാനാണ്. അപ്പോൾ 2 പേരും ജസ്റ്റ് മച്ചാനെ കൺഗ്രാജുലേഷൻ ആ 2 പേർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കൂട്ടി വരാം. നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പ്ലെയർ എക്സ്ചേഞ്ച് ഞാൻ ഉറപ്പായിട്ടും എന്താ പറയുക വന്നു കഴിഞ്ഞാൽ പ്ലേയേഴ്സിനെ മാനേജേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് ഗീവ് ആയിട്ട് സെറ്റാക്കി തരാം. അപ്പോൾ മച്ചാമാരെന്തായാലും മച്ചാമാരാണ് നമ്മുടെ വിന്നേഴ്സ്. അപ്പം ജസ്റ്റ് മച്ചാമാരെ നമ്മുടെ തൊട്ടടിയിലുള്ള ഈ ഒരു ചാനലിൽ റിയൽ സഞ്ജു ഗെയിമിംഗ് എന്ന് പറഞ്ഞ ചാനലിൽ നിങ്ങൾ ജസ്റ്റ് ഒരു എന്താ പറയുക ഇൻസ്റ്റാ അക്കൗണ്ടിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഉറപ്പായിട്ടും അതുവഴി നമ്മൾ ഗൂഗിൾ പേ വഴി എടുത്തിട്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് തരാം കേട്ടോ നമ്മുടെ റെഡിങ് കോഡ്. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു തരാം. അപ്പോൾ മച്ചാമാരെ എന്തായാലും നമുക്ക് പാക്ക് ഓപ്പണിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ 2000 സംതിങ് കോയിനാണ് ഉള്ളത്. ഫ്രീ ട്രൈ പോലും ഞാൻ കറക്കിയിട്ടില്ല. ഇത് ഓൾറെഡി നമ്മുടെ തേർഡ് അക്കൗണ്ടിനൊക്കെ എനിക്ക് തൊട്ടടുത്ത് കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു ലെക്ക് ഉണ്ടെന്ന് എനിക്ക് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു കാർഡിന് ഇത്ര ലെക്കുണ്ട്. അതുകൊണ്ട് ഞാൻ 2300 കോയിൻ ഉള്ളതുകൊണ്ട് കൊടുത്തു നോക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും കുറെ പേരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. കുറെ പേർക്കൊക്കെ പിക്വേനൊക്കെ കിട്ടി, അത് 500 കോയിനൊക്കെ. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇത്രയും കോയിൻ ഉള്ളതുകൊണ്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. നല്ല കൊനാമിയാന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി നല്ലൊരു അപ്ഡേറ്റ് എല്ലാം മെയിൻ്റെനൻസ് കഴിഞ്ഞു. അപ്പം മച്ചാനെ നമുക്ക് എന്തായാലും പാക്ക് ഓപ്പണിംഗ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് മച്ചാമാരെ. ഞാൻ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഗൈസ്. 1.5 മാസത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കി സേവ് ചെയ്ത കോയിനാണ്. സത്യം പറഞ്ഞാൽ ഈ ഫണ്ടൊക്കെ പൊട്ടിച്ചുണ്ടാക്കുന്നവരൊക്കെ സമ്മതിച്ചു കേട്ടോ. കാരണം എന്താ ചെയ്യുക, ഞാനാണെങ്കിൽ ഇപ്പോഴാണ് ഇത്രയും നല്ലൊരു പാക്കിന് വേണ്ടിയിട്ട്, അതായത് പാക്കിന് വേണ്ടിയിട്ട് ഇത്രയും കോയിൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ആദ്യത്തെ ടൈമാണ് ഫസ്റ്റ്. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ അഡ്രിയാനെ എടുത്തു റൊട്ടേറ്റ് ചെയ്തു. കുറച്ച് നമുക്ക് കറക്കിയിട്ട് എടുക്കാം. കാരണം വീണ്ടും അഡ്രിയാനെ എടുത്തു കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കൊടുക്കാൻ തോന്നുന്നില്ല. പക്ഷെ നല്ലൊരു പാക്ക് ആയതുകൊണ്ടാണ് ഞാൻ കിട്ടാനുള്ള ചാൻസ് ക്യാൻസൽ ആക്കി ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട് മച്ചാമാരെ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. പിക്കൊക്കെ ഡബിൾ ടച്ച് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. എൻ്റെ പൊന്ന് ഗൈസ്, ഫസ്റ്റ് ട്രൈ ഇല്ല. സാരില്ല, ഫ്രീ ട്രൈ അല്ലേ, സാരില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഫസ്റ്റ് ട്രൈ ആരെങ്കിലും ആണോ, ഹൈലൈറ്റ് പോലും അല്ല. കസല്ലെ എന്ന് പറഞ്ഞൊരു പ്ലെയറാണ്, നിക്കോളോ കസല്ലെ. മച്ചാമാരെ ഫസ്റ്റ് ട്രൈ പോയടാ. ഇനിയാണ് നമ്മുടെ കോയിൻ കൊടുക്കാൻ പോകണം. അപ്പം എന്തായാലും ഒരു പ്രതീക്ഷയുണ്ട്. ക്യാൻസൽ ചെയ്തു, ക്യാൻസൽ ചെയ്തു, പേയ്മെന്റ് മെത്തേഡ് ക്യാൻസൽ ചെയ്തു, $900 എടുത്തു, ക്യാൻസൽ ചെയ്തു. നമുക്ക് 100 കൊടുത്തു നോക്കാം. എൻ്റെ പൊന്ന് മച്ചാമാരെ ഇത് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. നോക്കട്ടെ, 13 ദിവസമുണ്ട് ഗൈസ്. അപ്പൊ ഇതിന് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ 100 കോയിൻ ഇവിടെ മച്ചാമാരെ. അപ്പം പോട്ടെ, 100 കോയിന് ഗൈസ് പ്രാങ്ക് ആക്കി ഇവന്മാര്. ഡെൻമാർക്കിലുള്ള ആരാണ്, ബാബു എന്ന് പറഞ്ഞ പ്ലെയറാണ്. അപ്പോൾ ഗൈസ് എൻ്റെ ഒരു 100 കോയിനെ പോയിട്ടുള്ളൂ. 100 കോയിൻ പോകുന്നതിന് എനിക്ക് അത്ര വിഷമമില്ല. പക്ഷെ 2000 കോയിന് 900 കൊടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. കാരണം 900 കൊടുത്തിട്ട് ലാസ്റ്റ് അങ്ങനെ നമുക്ക് 900 കൊടുക്കാം. പിക്വനൊക്കെ എടുത്തിട്ടുണ്ട്. കിട്ടണം എൻ്റെ ദൈവം. ഇതിലൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു. എന്നാൽ ഹാപ്പിയാവും. ഇതിലൊന്ന് കിട്ടിയാൽ ഫുള്ള് ഹാപ്പിയാവും. നോക്കട്ടെ മച്ചാമാരെ. ഓൾറെഡി നമുക്ക് ക്യാൻസൽ ചെയ്തു. 100 കോയിൻ നമുക്ക് കൊടുത്തു നോക്കാല്ലേ ഗൈസ്. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണെങ്കിലും തരണേ. ഈടാ പൂക്കുറ്റി കത്തുന്നുണ്ട്. എന്തോന്നാണ് ഇത്, മേളിൽ കൂടെ ബലൂണും പോകുന്നുണ്ട് ഈ ഫുട്ബോളും കത്തിച്ചോണ്ട്. സാറിൽ 200 കോയിനാണ് വെച്ചാൽ. ആരാണ് ഇത്, റാൻഡൽ ലേൽ എന്ന് പറഞ്ഞൊരു പ്ലെയറാണ്. സ്കിപ്പ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ. എന്തായാലും 900 കൊടുക്കാനൊരു മനസ്സ് വരുന്നില്ല. കാരണം ഓൾറെഡി കിട്ടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 900 കൊടുത്തിട്ട് എന്തായാലും 900 കൊടുക്കുന്നവർക്ക് എപ്പിക്ക് അടിക്കുന്നുണ്ട്. അപ്പം എനിക്കും അടിക്കായിരിക്കും തോന്നുന്നു. ലെക്ക് ഉണ്ടായാൽ മതിയായിരുന്നു ഈ ഒരു അക്കൗണ്ടിൽ. കാരണം കയ്യിൽ ഓൾറെഡി എൻ്റെ തേർഡ് അക്കൗണ്ടിൽ ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് തൊട്ടടുത്തുള്ള പ്ലെയറിനെ കിട്ടിയ. അപ്പം എന്തായാലും അഡ്രിയാനെ എടുത്ത് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കി ബാക്ക് പോയിട്ടുണ്ട്. 147 പ്ലേയേഴ്സ് ബാക്കിയുണ്ട്. 100 നമുക്ക് 900 ക്യാൻസൽ കൊടുത്തു. 900 കൊടുക്കാല്ലേ മച്ചാൻ. ഇതിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കൊടുത്തിട്ടുണ്ട് മച്ചാൻ. എന്തായാലും നോക്കി നോക്കാം. അവിടെ ഒരെണ്ണോ എൻ്റെ പൊന്ന് കൊനാമി. ഇവിടെ ഒരൊറ്റ യെല്ലോ ആനിമേഷൻ എനിക്കൊന്ന് കത്തിച്ചു തരുന്നു. ഇതിൽ ആരും ഇല്ലേ?
പൊന്നു മച്ചാമാരുടെ ഹൈലൈറ്റ് കാർഡോ ഗൈസ്, ഹൈലൈറ്റ് കാർഡാണ്. 15 നമ്പർ ലാമിനെ എന്ന് പറഞ്ഞ പ്ലെയർ ആണ്. എന്തായാലും ഗൈസ് 900, എനിക്ക് 1200 കോയിനെ മച്ചമാരെ പോയി. എൻ്റെ 1200 കോയിൻ പോയി. CMF പ്ലെയറിന് കിട്ടിയ ഹൈലൈറ്റഡ്. ഇതൊന്നും തൊട്ടടുത്തുള്ള ഒരു പിക്വനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റ കാരണം കിട്ടിയാൽ മതിയായിരുന്നു. ക്യാൻസൽ ചെയ്തു. ഇതിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം തൊട്ടടുത്ത് തന്നെ കൊടുത്തു നോക്കാം. അങ്ങനെ കിട്ടാറുണ്ട്. എടാ ഇതിലെങ്കിലും ഒരെണ്ണം തരണം. എന്റെ പൊന്നു മച്ചാൻ ഇതിൽ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത പ്രാങ്ക് എന്തോന്നാണ് ഇത്. അടുത്തതും പോയി ഗൈസ്. അപ്പൊ 100 പോയി. അത് ഉണ്ടായിരുന്നത് അതും പോയി. ഈയിടെ ഇവന്മാർ എന്താ ഇങ്ങനെ കാണിക്കുന്നത്. ഗോൺകല്ല ബോർഗസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് മച്ചാമാരെ. അപ്പം 1202 കോയിനുണ്ട് ഗൈസ്. സത്യം പറഞ്ഞ മച്ചാമാര് ഇപ്പൊ തോന്നുന്നു വല്ല 10,000 ആക്കിയിട്ട് വൈപ്പൗട്ട് ചെയ്താൽ മതിയായിരുന്നു. കിട്ടുമായിരിക്കും. ഇനി ഒരു 900 കൊടുത്തു നോക്കിയാലോന്നുണ്ട്. ഇതിൽ കിട്ടുമായിരിക്കും ഗൈസ്. പിക്വൻ എടുത്ത് റൊട്ടേറ്റ് ചെയ്തു. ഒരെണ്ണം തന്നാൽ മതി. അഡ്രിയാനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ദൈവം എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ബാഗിയോ അഡ്രിയാനോനെ കിട്ടിയാലും മതി. ഞാൻ ഓൾറെഡി എന്താ വെച്ചാൽ നമുക്ക് ഡിഫൻസ് വെക്കാൻ വേണ്ടിയിട്ടാണ് CB. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് നോക്കാം. പിക്വന് തന്നാൽ മതി. ക്യാൻസൽ ചെയ്യുന്നുണ്ട്. 900 കൊടുത്തു. ഇതിലൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് നോക്കാം. എന്റെ പൊന്ന് ഗൈസ്, ഇത് 1.5 മാസത്തെ കോയിനാ. സേവ് ചെയ്തത് മൊത്തം ചാമ്പി. എന്റെ പൊന്ന് ഗൈസ് പോയടാ. ഇത് ഹൈലൈറ്റ് കാർഡാടാ. തൊട്ടടുത്തുള്ള GK ആണിത്. ഏടാ ഇത് എന്താണ് ഇതിങ്ങനെ. ഏടാ റിമൈ പോയി. ഏടാ ഇത് എന്നാടാ ഇങ്ങനെ ഗൈസ്. 5 സ്റ്റാർ ആടാ GK. എന്റെ പൊന്ന് വെച്ചാൽ 900 രൂപ പോയി. ഇനി ആകെ 2 ട്രൈ ഉണ്ട് മച്ചാമ്പര. അപ്പൊ എന്തായാലും ഇനിയിപ്പം നോക്കിയിട്ട് വലിയ കാര്യമില്ല. കൊനാമി ഇതിലെങ്കിലും തരുമെന്ന് പ്രതീക്ഷ ഉണ്ട് കേട്ടോ. കൊനാമി പ്രതീക്ഷ തകർക്കരുത്. ഒരെണ്ണെങ്കിലും തരണേ. എടാ തൊട്ടടുത്തല്ലടാ. എനിക്ക് നമ്മുടെ LP ആണ് നമ്മുടെ തേടക്കൊണ്ട് കിട്ടിയത്. അത് ഫസ്റ്റ് ട്രൈ തന്നെ ഫ്രീ ട്രൈ. ഇതിലാണെങ്കിൽ അങ്ങനെ പോലും കിട്ടുന്നില്ലല്ലോ. എന്റെ പൊന്നു മച്ചാവരൊന്ന് ക്യാൻസൽ ചെയ്തു. ഇതൊന്നും കൊടുത്തു നോക്കാല്ലേ. പേയ്മെന്റ് ഒന്നും ഇല്ല. 100 കൊടുത്തിട്ടുണ്ട് മച്ചാവൻ. അപ്പൊ ഇതിലൊരു പ്രതീക്ഷ ഉണ്ട്. കിട്ടുമായിരിക്കില്ല. കിട്ടുമായിരിക്കും. അപ്പൊ മൊത്തത്തില് ചാമ്പ്യനുണ്ട് മച്ചാമാര്. ഇത് പോയടാ. ഇതിലൊരു ഒരൊറ്റ ട്രൈം കൂടെ ഉള്ളൂ. ഇത് എന്നാണ് ഇങ്ങനെ കൊനാമി എന്നോടൊരു ഒറ്റ ഇതുപോലും ഇല്ലേ. മിക്കവാറും മച്ചാമാരെ ഇതിപ്പോ കോയിൽ മൊത്തം തീർന്നിട്ടുണ്ട്. അടുത്ത ബാക്കിലായിരിക്കും എനിക്ക് കിട്ടാൻ പോണത്. അല്ലെ അടുത്തെങ്കിലും കിട്ടുമോ ഇനിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും മച്ചാമാരെ ക്യാൻസൽ അടിച്ചു. ഇതൊരു 100 പേയ്മെന്റ് അടിച്ച് കൊടുക്കാല്ലേ. 100 കൊടുക്കാന്ന് വിചാരിക്കുന്നു. ക്യാൻസൽ പേയ്മെന്റ് ഗൈസ്. ഇതെന്തായാലും 102 കോയിൻ ഉണ്ട്. ഇത് എനിക്ക് എപ്പിക്ക് തരുമായിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. ആകെ 2 കോയിന് ബാക്കിയുള്ള തരണ എന്റെ കൊനാമി ഗൈസ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. അപ്പം 2000 കോയിൻ എന്റെ 1.5 മാസത്തെ സേവിങ് അമച്ചാൽ വരെ ഇതേ ഇവിടെ പൊട്ടിപ്പോയത്. ഇവിടെ ഇതിനാണ് ഞാൻ ഇത്ര മെസ്സിയുടെ പാക്ക് പോലും എടുത്തിട്ടില്ല. അല്ലെ നെയ്മറിന്റെ പോട്ടെ ആ ടോറസിന്റെ ഒരു പാക്ക് പോലും ഞാൻ എടുക്കാണ്ട് കൂട്ടി വെച്ച പൈസ മൊത്തം പോയി. ഇതിപ്പോൾ ഒന്നും പോലും ഇല്ല മച്ചാമാരെടാ. എന്താണ് ഇതിങ്ങനെ പോയത് നോക്കുക. 2 കോയിൻ മാത്രമായി. ലാസ്റ്റ് ഒരു പാക്കും തന്നിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഇനി ആകെ ഞാൻ 26 ട്രൈ നടത്തി. അത് മൊത്തം ഒന്നും കിട്ടില്ല. അപ്പൊ മച്ചാമാരെ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാം ഗൈസ്. അപ്പൊ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് കിട്ടിയെന്ന് കമന്റ് ചെയ്യാം. ഫസ്റ്റ് ട്രൈ ആണോ, സെക്കൻഡ് ട്രൈ ആണോ, തേർഡ് ട്രൈ ആണോ, അങ്ങനെയൊക്കെ കിട്ടിയൊരു കുറെ പേരുണ്ട്. ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിപ്പോയി. വല്ലാത്തൊരു ചതിയായിപ്പോയി മച്ചാമാരെ. അപ്പൊ എന്തായാലും സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ 1.5 മാസത്തെ കഷ്ടപ്പാട് ഇവിടെ പോയി. 2000 കൊനാമി കൊണ്ടുപോവുകയും ചെയ്തു. 2000 കിട്ടില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതൊന്നും സേവ് ചെയ്താൽ മതിയായിരുന്നു. ഇതാണ് സേവ് ചെയ്ത് വെക്കാന്ന് പറയുന്നത്. പക്ഷെ കോയിൻ കണ്ടു കഴിഞ്ഞാൽ കറക്കാൻ തോന്നും. കറക്കി കഴിഞ്ഞാൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ്. പക്ഷെ അങ്ങനെ കിട്ടുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ കിട്ടുന്നവരെ കണ്ടിട്ടാണ്. ഒന്നാമത് ഇതിന് നല്ല ഇതുണ്ട്. കാരണം 200 കോയിലൊക്കെ കുറെ പേർക്ക് ബാഗിനൊക്കെ അടിച്ചു പോയടാ. എനിക്കിതിൽ കിട്ടിയില്ല. അതും എന്റെ തേർഡ് അക്കൗണ്ടിൽ അടിച്ചപ്പോഴാണ് എനിക്ക് ഇത്ര വിശ്വാസമായത്. തേർഡ് അക്കൗണ്ടിൽ എനിക്ക് പിക്കുവിന്റെ തൊട്ടടുത്തൊരു പ്ലെയറിനെ കിട്ടി. അപ്പൊ മച്ചാമാര് വല്ലാത്തൊരു ഇതായിപ്പോയി. അപ്പൊ മച്ചാമാര് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. എന്തായാലും മച്ചാമാര് നമ്മുടെ ലൈവ് ഒരു 8 മണിക്കായിരിക്കും ലൈവ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ. ഞാൻ എന്തായാലും ഇത്രയും കോയിൻ പൊട്ടിച്ചു. ഒരു 2K കോയിൻ എന്നെ പോയി. അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ മച്ചാമാര്. ഇനിയും ഞാൻ ഉറപ്പായിട്ടും ഗീവ് അവേ ഒക്കെ വെക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. എന്റെ പൊന്നു മച്ചാമാരെ ബായ് ഇടാം ഗൈസ്. ബായ്. അപ്പൊ സങ്കടമൊന്നുമില്ല കേട്ടോ. സീനൊന്നും ഇല്ല. പക്ഷെ കോയിൻ പോയതിന്റെ ഒരു വിഷമമുണ്ട്. 1.5 മാസത്തെ കഷ്ടപ്പാടാണ്. നമ്മൾ മെയില് ഒരൊറ്റ പാക്ക് പോലും ഇറക്കില്ലാണ്ട് ഞാൻ എടുത്തു വെച്ച കോയിൻ അത് പോയി. ഷോ ബായ് ഗൈസ്. ബായ്. എന്താണ് ഇതിങ്ങനെ